അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രവേശന കവാട സമുച്ചയം വനം വന്യജീവി നൈപുണ്യ വികസനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. വനസംരക്ഷണത്തിന്റെയും പരിസ്ഥിതി സൗഹൃദ വികസനത്തിനും മുൻഗണന നൽകുന്നതിനും വനാതിർത്തികളിൽ അധിവസിക്കുന്ന ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമാണ് സംസ്ഥാന സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രവേശന കവാട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫിന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് പ്രവേശന കവാട സമുച്ചയം നിർമ്മിച്ചത്. കൂടാതെ വാഴച്ചാൽ വനവികസന ഏജൻസിയുടെ ഫണ്ട് ഉപയോഗിച്ച് പൂർത്തിയാക്കിയ അതിരപ്പിള്ളി വനശ്രീ ഇക്കോ ഷോപ്പിന്റെ ഉദ്ഘാടനവും നിർവഹിച്ച് വാഴച്ചാൽ വനശ്രീ ഇക്കോ ഷോപ്പിന്റെ സമർപ്പണവും മന്ത്രി നിർവഹിച്ചു. വാഴച്ചാൽ GWLP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. ബെന്നി ബെഹനാൻ MP വിശിഷ്ടാതിഥിയായി. അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഡോക്ടർ L ചന്ദ്രശേഖർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതീഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം ഡാർലി പോൾ, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റിജേഷ് KK, അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം രമ്യ ബിനു, തൃശൂർ സെൻട്രൽ സർക്കിൾ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഡോക്ടർ R ആടലരശൻ സ്വാഗതവും വാഴച്ചാൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ സുരേഷ് ബാബു, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷം വനസംരക്ഷണവും പരിസ്ഥിതി സംരക്ഷണവും അങ്ങേയറ്റം പ്രാധാന്യത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോഴും പരിസരത്ത് അധിവസിക്കുന്ന ജനവിഭാഗങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും തുല്യമായ പ്രാധാന്യം കൊടുത്തു തന്നെയാണ് പോകുന്നത്. ലോകത്തെല്ലായിടത്തും വനമുള്ളിടത്ത് വനാതിർത്തിയിൽ സംഘർഷമുണ്ട്. കേരളവും വ്യത്യസ്തമല്ല. പക്ഷെ നമുക്ക് അവരുടെ ആവശ്യങ്ങളോട് പ്രതികരിക്കുന്ന ഒരു വകുപ്പായി വനം വകുപ്പിനെ മാറ്റണം എന്ന് തന്നെയാണ് ഈ ഗവൺമെൻറ് ലക്ഷ്യം. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഞാൻ വനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ആദ്യം വനത്തിലേക്ക് വന്നത് ഇവിടെ തന്നെയാണ്. അന്ന് അവിടെ ശ്രീ മോഹൻ്റെ മരണത്തെ തുടർന്ന് വീട് സന്ദർശിക്കാൻ റിവ്യൂ നടത്താനും അന്നെടുത്ത തീരുമാനപ്രകാരം 100 പേര് കഴിഞ്ഞ ഏകദേശം 1.5-2.5 മാസക്കാലമായി ജീവൻ പണയം വെച്ചുകൊണ്ട് ഇതിനെ ഓടിക്കുന്ന ശ്രമത്തിലാണ്. അന്ന് ഞങ്ങൾക്ക് കണക്ക് കിട്ടിയപ്പോൾ 18 ആനകളായിരുന്നു ജനവാസ മേഖലയിൽ സ്ഥിരമായിട്ടുണ്ടായിരുന്നത്. കാട് മുറിച്ചിങ്ങോട്ട് വരുന്നതല്ല, സ്ഥിരമായിട്ട് ആ പ്രദേശത്തുണ്ടായിരുന്നു. അതിനെയൊക്കെ ഓടിച്ച് വിടാൻ സാധിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും ഞാനടക്കം ഉന്നത ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് വാങ്ങിക്കുന്നുണ്ട്, എവിടൊക്കെ ഇൻട്രൂഷൻസ് ഉണ്ടാകുന്നു നോക്കുന്നുണ്ട്. പക്ഷെ ചിലരെങ്കിലും ഈ അധ്വാനം കാണുന്നില്ല, കണ്ടതായി നടിക്കാതെ ഉള്ള വിമർശനം ഉന്നയിക്കുമ്പോൾ എനിക്ക് ഒരു കാര്യമേ ഉള്ളൂ പറയാനുള്ളത്: അവരുടെ മനോവീര്യം തകർക്കരുത്. നാടിനെ സംരക്ഷിക്കാൻ ഈ ഡിപ്പാർട്ട്മെൻറ്റ്, ഞാൻ പറഞ്ഞ 278 ദിവസമായൊരു സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിച്ചതിൻ്റെ കാര്യമാണ്. ഇപ്പോൾ വനത്തിനകത്തുനിന്ന് ആന ഇറക്കലെന്ന് പറഞ്ഞാൽ നമുക്ക് തടയാൻ ഒക്കത്തില്ല. റോഡിലോട്ട് ഇറങ്ങുന്നു കാര്യങ്ങൾ. തീർച്ചയായിട്ടും അവിടെ പ്രധാനമായ ഒരു കാര്യം ഇവിടെ നിന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല. ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഡിപ്പാർട്ട്മെൻറ്റ് നിൽക്കുമ്പോൾ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ആന ഭീഷണിയാണെന്ന് പറയുമ്പോൾ ആനയ്ക്ക് കുടിക്കാൻ പോകുന്ന വെള്ളം കുടിക്കാൻ പോകുന്ന പുഴയിലേക്കുള്ള അല്ലെങ്കിൽ ആ ആനത്താരെ അടച്ചു വെച്ചുകൊണ്ട് പോകുന്നവരാണ് ജനങ്ങൾക്ക് ഈ ഉപദ്രവം ഉണ്ടാക്കുന്നത്. നമുക്കറിയാം, ആനയ്ക്ക് വെള്ളം കുടിക്കണമെങ്കിൽ ഇനി ആരെന്ത് ചെയ്താലും ഏതെങ്കിലുമൊക്കെ മാറും. പരവേശം വന്നു കഴിഞ്ഞാൽ മനുഷ്യനും ചെയ്യുന്നത് തന്നെയാണ് അവർ ചെയ്യുന്നത്. അതിനൊക്കെ ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട് ആനയുടെ താരകൾ പുനഃസ്ഥാപിക്കണം എന്നുള്ളൊരു ഡിമാൻഡ് വെച്ചിട്ടുണ്ട്. പുനഃസ്ഥാപിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ സാധിക്കത്തുള്ളൂ. മറ്റൊന്നിലേക്ക് ഞാൻ കടക്കുന്നില്ല.